ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആത്മാവിൽ നടക്കുന്ന ദൈവജനത്തിന് മരുഭൂമിയുണ്ട്. ഒരു കാലഘട്ടം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ആമേൻ വലിയ പ്രശ്നസങ്കീർണമായ മരുഭൂമിയായിരിക്കും. അവരെ നമുക്ക് വിധിച്ചു മാറ്റി നിർത്താൻ ഒക്കില്ല. ആമേൻ അവരൊരു മരുഭൂമിയുടെ ആമേൻ കഷ്ടതയുടെ പ്രയാസത്തിലൂടെ രോഗപീഠകളിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം, അവർക്കും ദൈവത്തിനും അറിയാം ഇത് ആത്മാവ് നയിക്കുന്ന ചില മരുഭൂമിയാ, ചില ടെസ്റ്റിംഗ് പീരീഡാണ്, ചില സീസണാണ്. ആ സീസണെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, ആത്മ നടത്തിപ്പിൽ തന്നെ നിൽക്കാൻ എത്ര പേർ തയ്യാറാകും? കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയോട് ചോദിക്കുക, നിങ്ങളുടെ മരുഭൂമിയല്ല ദൈവത്തിന് വിഷയം, മരുഭൂമിയിലുള്ള ദൈവ സാന്നിധ്യമാ നിങ്ങളുടെ വിഷയമല്ല ദൈവത്തിന്റെ വിഷയം. ആ വിഷയത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരമാ. ആമേൻ. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ വിഷയമാണ്, പക്ഷേ നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ ഒരു കരമിറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അത്ര പ്രഷ്യസ് ആണ് അവന്റെ പ്രസൻസ്. അവന്റെ സാന്നിധ്യം അത്ര മധുരതരമാണ്. അവന്റെ സാന്നിധ്യം അത്ര ഹൃദ്യമാണ്. അവന്റെ സാന്നിധ്യത്തിൽ സ്നേഹം പൊതിഞ്ഞു വെച്ചിരിക്കുക. ആ സാന്നിധ്യത്തിൽ ഒന്ന് ഇറങ്ങാൻ